കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ വഴുതനങ്ങ വെച്ച് ഒന്ന് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. എനിക്ക് 2 എണ്ണമായി, 3 എണ്ണം പറിച്ചു. അപ്പോൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. നമ്മൾ 4 എണ്ണം പറിച്ചിട്ടുണ്ട്. 4 വഴുതനങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നെല്ലാം ഒന്ന് വരഞ്ഞ് കീറിയെടുക്കണേ. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അപ്പോൾ നമ്മളിതെല്ലാം നല്ലതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇച്ചിരിയൊക്കെ വളഞ്ഞും പൊളിഞ്ഞുമൊക്കെ പോയെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് കീറി എടുത്തിട്ടുണ്ട്, നല്ല ഇതായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരെണ്ണം വിട്ടുപോയി. ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളൊക്കെ നോക്കാവേ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടം. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു, കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് കുരുമുളകല്ല മുളക് പൊടി, കടലമാവിൻ്റെ പൊടി, കടലമാവ് 1.5 സ്പൂൺ എടുത്ത്, നമുക്ക് 1 സ്പൂൺ വേണം, 1.5 സ്പൂൺ എടുത്തത്. അപ്പം നമുക്ക് ഒരു തുള്ളി കുരുമുളക് പൊടിയും കൂടി ഇടണം. ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടു. നമുക്ക് തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ചാലിച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് പുരട്ടി കൊടുക്കാവേ. നമുക്കിങ്ങനെ ഒന്ന് പുരട്ടി ഉപ്പുമെല്ലാം തിരുമ്മി ഉപ്പൊക്കെ ഇട്ടതാണ്. നമുക്കിങ്ങനെ ഒന്ന് പുരട്ടി നല്ല ഫ്രൈ ആയിട്ട് എടുക്കാവേ. നമ്മുടെ വഴുതനങ്ങയല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയല്ലേ. അപ്പം രണ്ടാമത്തെ പുരട്ടുവാണ്. പുരട്ടുമൊന്നും വേണം, ഇങ്ങനെ മുക്കി ചാലിച്ചെടുത്താൽ മതി. നല്ല ഉപ്പൊക്കെ പിടിച്ച് എരിവും ആ കുരുമുളകിൻ്റെ ആ ഇതുമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നും പറയും കൊച്ചുമോളെ ഉണ്ടാക്കി കൊടുക്കമ്മേ, ഉണ്ടാക്കി കൊടുക്കും. ഫോണിലൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയും ഉണ്ടാക്കി കൊടുക്കുന്നേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വഴുതനങ്ങ നിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അത് കൊച്ചൂനായിട്ട് നമ്മളുണ്ടാക്കി. കൊച്ചുവിന് ഇഷ്ടമാണോ? ഉണ്ടാക്കി തരുന്നതൊക്കെ തിന്നുവാണെങ്കിൽ ഇഷ്ടമാണ് എനിക്ക്. എല്ലാം കൊച്ചുവയ്ക്ക് ഇങ്ങനെയൊക്കെ ലൊട്ടിലൊടുക്കൊക്കെ ഈ പലഹാരങ്ങളാണ് കൊച്ചുവയ്ക്ക് ഇഷ്ടം. ചോറൊന്നും അധികം ഇഷ്ടമില്ല. അപ്പോൾ ഞാനങ്ങ് മെനക്കെടും കൊച്ചുകൾ എന്നെയും തിന്നട്ടെന്ന് ഓർത്ത്. അപ്പോൾ എല്ലാം പുരട്ടി നല്ല സൂപ്പറായിട്ട് ഇത് കണ്ടില്ലേ, എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ ഒക്കെ അടന്നൊക്കെ പോകും, അത് സാരമില്ല നമുക്ക്. അപ്പോൾ 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് ഇങ്ങനെ നമുക്ക് പുരട്ടി 10 മിനിറ്റ് ഇരിക്കാൻ വെക്കാം. ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തു, തീ കത്തിച്ചുവേ. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ഒഴിച്ച് കൊടുത്തു. അത്ര എണ്ണ മതി നമുക്ക്. എണ്ണ വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഒത്തിരി എണ്ണ മിച്ചം ഇരുന്നാലൊക്കെ എല്ലാം എന്ന് ഓർത്താൽ ഞാനങ്ങനെ എടുത്ത് വെക്കുകയില്ല എണ്ണയെ, അതുകൊണ്ടാണ്.
നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ പകലാണ് പറിച്ചത്. അപ്പം പണിയെല്ലാം കഴിഞ്ഞ് ഓർഡറിൻ്റെ സാധനമെല്ലാം മേടിക്കാൻ പോയി. അതെല്ലാം മേടിച്ച് പെറുക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി രാത്രിയായി. അതുകൊണ്ട് നമ്മൾ എന്നാലും നമ്മൾ വീഡിയോ ചെയ്യും. എപ്പോഴാണേലും നമ്മൾ വീഡിയോ ചെയ്യുവേ. അപ്പം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്താ സംഭവം, ഒരുപാട് വിടുക. അടിപൊളി സെറ്റ്. നമുക്ക് ഇതും കൊണ്ടൊന്ന് തിരിച്ചിട്ട് നോക്കാവേ. അങ്ങനെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നാടൻ വഴുതനങ്ങ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നാളെ കൊച്ചുമോൾക്ക് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അന്നേരം അവൻ കൊച്ചുമോള് പറഞ്ഞു, അമ്മേ നമുക്കൊരു വീഡിയോ ചെയ്യാമേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുമോള് പറഞ്ഞ് ഇന്ന് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കൊച്ചുമോളാണ് ക്യാമറ പിടിക്കുന്നത്. ഇപ്പം നാളെ ഓർഡറിൻ്റെ സാധനമൊക്കെ എടുക്കാൻ പോയപ്പോൾ ഇച്ചിരി സന്ധ്യയായിപ്പോയേ. അന്നേരം നമ്മൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് നാളത്തെ കാപ്പിയുടെയും ഓർഡറും എല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അമ്മ വീഡിയോ ചെയ്തേക്കാം അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഭയങ്കര താല്പര്യമാണ് വീഡിയോ ചെയ്യാനൊക്കെ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ. ക്യാമറയുടെ മുന്നിൽ വീഡിയോ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ട് നോക്കാം നമുക്ക്. വരത്തില്ലല്ലോ കത്രിക്കാക്കൂട്ടൻ. അപ്പം എല്ലാം നല്ല ഇച്ചിരൂടെ മനസ്സിലായൊക്കെ ഇച്ചിരിയുടെ പേടിക്കണമെന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി എരിവായിപ്പോയി ഞങ്ങൾ മരുന്ന് തിന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മുരിഞ്ഞ് നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തേക്കാം. അപ്പം നമ്മുടെ വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റി ഒരു പലഹാരം പോലെ തോന്നുന്നേ. അപ്പം നമുക്കൊന്ന് നോക്കാവേ എങ്ങനെയാണ്. തക്കാളിക്ക സോസ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചതായത് നമ്മൾ നാടൻ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ലെങ്കിലും പിള്ളേർക്ക് എനിക്കിഷ്ടമാണ്. എന്നാലും പിള്ളേർക്കൊക്കെ അല്ലേ ഇതൊക്കെ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല മുരിമുരാന്ന് നല്ല സൂപ്പർ സാധനമാണേ. ഇപ്പം വഴുതനങ്ങയൊക്കെ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. കൊച്ചുമോൾ എപ്പോഴും യൂട്യൂബിൽ കാണുമ്പോൾ പറയും ഇതുണ്ടാക്കി തന്നെ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ട്. ബൈ.